കേരളത്തിലെ സമീപകാല പ്രവണത വളരെ വലിയ രീതിയിൽ സ്വകാര്യ ആശുപത്രികൾ വലിയ കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങുന്നു എന്നുള്ളതാണ്. കോഴിക്കോടും കണ്ണൂരും എറണാകുളവും തിരുവനന്തപുരവുമെല്ലാം അറിയപ്പെടുന്ന ആശുപത്രികളെല്ലാം കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടുന്ന പുതിയ സാഹചര്യം വന്നിരിക്കുകയാണ്. അത് കാണിക്കുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ചികിത്സാ ചെലവുമായിട്ട് കേരളത്തിൽ പൊതുവായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നമ്മളാണെങ്കിൽ ഇവിടെ കേരളത്തിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ വഴി മാത്രം 3300 കോടി രൂപയാണ് സൗജന്യമായി നൽകുന്നതിനു വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായി എല്ലാ ആരോഗ്യ സൂചികകളിലും കേരളം കൂടുതൽ മുന്നോട്ടേക്ക് വരുന്ന അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആധുനിക റോബോട്ടിക് സർജറി പൂർണ്ണമായ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികൾ ഗൈറ്റർ എന്ന രീതിയിലെല്ലാമുള്ള പരിപാടികൾ നമ്മൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അർബുദ ചികിത്സക്കായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി 25 ഇടത്തുകൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യ കിരണം വഴി എല്ലാ സേവനങ്ങളും സൗജന്യമാക്കുന്ന പദ്ധതിയും സർക്കാർ നടപ്പാക്കി. ഇത്തരത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റമാണ് ആരോഗ്യമേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനുഭവം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളതാണ്. UDFിൻ്റെ കാലത്ത് സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് 28.01 ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത്. ഈ കാലത്തത് 42.5% വികസിച്ചിട്ടുണ്ട്. കൂടുതൽ രോഗികൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സർക്കാർ സംവിധാനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ശക്തമായ പ്രചാരവേല ഇതിനെതിരായി സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് UDFും ചില മാധ്യമങ്ങളും ചേർന്ന് അതിശക്തിയായ രീതിയിലുള്ളൊരു പ്രചരണ കൊടുങ്കാറ്റ് തന്നെ ലോകോത്തരമായിട്ട് വളർന്ന് വികസിച്ച നമ്മുടെ ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിന് നേരെ ഇപ്പോഴും വന്നിട്ടുള്ളത്. പൊതു ആരോഗ്യരംഗം ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ അതിനെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ സ്വകാര്യ കച്ചവടക്കാർക്ക് വളരെ സഹായകരമായ സമീപനം. കാരണം മുമ്പ് UDF താഴെത്തരത്തിലുള്ള എല്ലാ ആശുപത്രികളെയും സ്വകാര്യവൽക്കരിക്കാൻ ബോധപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വകാര്യവൽക്കരണത്തെ എതിർത്തുകൊണ്ടാണ് സ്വീകാര്യമായ രീതിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലും അവരുടെ പ്രശംസ പിടിച്ചുപറ്റത്തക്ക രീതിയിലും കേരളം മുന്നേറിയിട്ടുള്ളത്. അതിനെ മായ്ക്കാൻ
അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ ഒരു ബോധം രൂപപ്പെടുത്താൻ ഈ സ്വകാര്യ മേഖലയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവാത്ത പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വകാര്യ മേഖലകൾക്ക് വേണ്ടിയുള്ള അതിശക്തിയായ പ്രചാരവേല പൊതു ആരോഗ്യ രംഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നടത്തുന്നവർ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇത് വലിയ ജനദ്രോഹകരമായ ഒരു നിലപാടാണ് എന്നും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ മേഖല മുഴുവൻ പിടിമുറുക്കുന്നതിന് വിദേശ മൂലധന ശക്തികൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെയെല്ലാം താല്പര്യം കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടൽ ശക്തി കുറക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പ്രചാരവേല നയിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കുകൾ തുറന്ന് പറയാനും അത് ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ ആവശ്യത കൂടി ഉണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോട്ടയത്ത് നടന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ശുചിമുറി കോംപ്ലക്സ് ഒരു ഭാഗം അപകടത്തിൽപ്പെട്ട് അത് തകർന്നു വീണ് 2 പേർക്ക് പരിക്ക് പറ്റുകയും ഒരു രോഗിയുടെ അമ്മ മരണപ്പെട്ടു എന്ന സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. വലിയ രീതിയിൽ ഗവൺമെന്റിനെതിരായി UDF-ഉം അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മരണപ്പെട്ടുപോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒറ്റപ്പെട്ട നിലയിലല്ല, കഴിഞ്ഞ മാസം മന്ത്രിതലത്തിൽ ചേർന്ന ഒരു യോഗം ബലക്ഷയ പ്രശ്നം പൊതുവെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
564 കോടി രൂപയുടെ പദ്ധതി കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അവിടെ നടപ്പിലാക്കിയത്.